അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷ്റഫുൽ ഖൽഖാണ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അത്യുത്തമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനെ എടുത്താലും ആ മനുഷ്യനിൽ നിന്നൊക്കെ വ്യത്യസ്തനും അതുപോലെ തന്നെ എല്ലാവരേക്കാളും ശ്രേഷ്ഠത അള്ളാഹുവിന്റെ അടുക്കലും ഉള്ള നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം എന്തിനാണ് സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, സ്വലാത്തിന്റെ മജ്ലിസാണ്. സ്വലാത്ത് എന്തിനു വേണ്ടി എന്നറിയാതെ നാം ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരിക്കുന്നതിന് തന്നെ ഒരു പക്ഷേ അർത്ഥമില്ലാതെയായി പോകും. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അള്ളാഹുവും അവന്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നാൽ നാം ചൊല്ലുന്ന സ്വലാത്തും അള്ളാഹുവിന്റെ സ്വലാത്തും മലായികത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറയുന്ന സ്വലാത്തും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മഹാനായ ഹാഫിള് ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നവന് 10 ഗുണങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അതിൽ ആദ്യത്തെ ഗുണം അല്ലാഹു ആകുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ സ്വലാത്ത് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ രക്ഷ നമുക്കുണ്ടാകും എന്നുള്ളതാണ് ആദ്യത്തെ ഗുണം. നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാം സ്നേഹം പ്രകടിപ്പിച്ചാൽ ആ സ്നേഹത്തിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ ഏർപ്പാടാക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ സംഭവമാണ് സ്വലാത്ത് എന്നുള്ളത്. ഏതൊരു ഇബാദത്ത് എടുത്താലും ആ ഇബാദത്തുകളൊക്കെ മഖ്ബൂലുമാകാം, മർദൂദുമാകാം, അള്ളാഹു സ്വീകരിക്കുന്നതുമാകാം, തള്ളുന്നതും ആകാം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ആ സ്വലാത്ത് മർദൂദ് എന്ന ഗണത്തിൽ പെടുന്നില്ല. ആ സ്വലാത്ത് മർദൂദാകാൻ യാതൊരു സാധ്യതയും ഇല്ല. ഏതൊരു വ്യക്തി ഏതൊരു സ്ഥലത്ത് വെച്ച് ഏതൊരു സന്ദർഭത്തിൽ ഏതൊന്നാലോചിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഗുണമായേ ഭവിക്കുകയുള്ളൂ. ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് ഗുണമാണ് ലഭിക്കുകയും ഉള്ളൂ എന്നുള്ളത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സ്വലാത്ത് മജ്ലിസുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായി വരുന്നത്. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നാം ആത്മാർത്ഥമായി മുത്തുനബി തങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് ഗുണമുണ്ടാകുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് നിവർത്തിപ്പുണ്ടാകുന്നു, നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു. ഈ ദുനിയാവെന്ന പരീക്ഷണ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സ്വലാത്താണ് എങ്കിൽ, ആ സ്വലാത്താണെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലാൻ നാം പിന്നോട്ട് പോകുന്നു? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. 313 സ്വലാത്ത് നാം നിത്യേന നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണ്? ആ ഗുണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അതിനൊക്കെ ഉപരി നാം ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പടക്കുന്നു എന്നാണ്. എന്തിനു വേണ്ടി? നാം ചൊല്ലുന്ന സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെ ആ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയാൽ ആ സ്വലാത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയും നമ്മുടെ സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകയും ആ സലാം പറഞ്ഞു പോയ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളോളം ഇനി ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന പേരിൽ മാറ്റി നിർത്തും എന്നും മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുമ്പോൾ സ്വലാത്ത് ചില്ലറയാണ്, സ്വലാത്ത് നിസാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ കേവല ആസ്വാദനമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് നാം കൊടുക്കേണ്ട മറുപടി നമ്മുടെ ആത്മീയമായ ജീവിതം കൊണ്ട് തന്നെയാണ്, സ്വലാത്ത് ചൊല്ലിയുള്ള ജീവിതം കൊണ്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുടക്കാതെ കൃത്യമായി ഒരെണ്ണം നിശ്ചയിച്ച് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയണം. ആ സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഒരു ദിവസം കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം അത് ഖളാ വീട്ടി ആ ഇബാദത്തിനെ താമാക്കാൻ, പരിപൂർണമാക്കാൻ നാം ശ്രമിക്കണം. ആ സ്വലാത്തിനാൽ അല്ലാഹു നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലുന്നവൻ വെറുതെയാകില്ല എന്നാണ്
അതുകൊണ്ട് തന്നെ സ്വലാത്തിലൂടെ നമ്മുടെ നാവിനെ നാം നന്നാക്കണം. വിദ്യാർത്ഥികൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ഗുണം എന്താണ്? വിദ്യാർത്ഥികൾ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ഫഹ്മ് തെളിയുകയാണ്, അവന്റെ ബുദ്ധി വികസിക്കുകയാണ്, അവന്റെ ഖുവ്വത്തു ഹാഫിള വർദ്ധിക്കുകയാണ്, അവന് നന്മയോട് അടുക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയാണ്, തിന്മ വർജിക്കാനുള്ള ആ വലിയ ഒരു സൗഭാഗ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സ്വലാത്തിലായി നമ്മുടെ ജീവിതം നാം നിലനിർത്തണം. സ്വലാത്തില്ലാത്ത ഒരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നാം അള്ളാഹുവിനെ ഓർക്കുന്നു എന്നുള്ളതാണ് അതിലും വലിയ വാസ്തവം. സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോടാണ് സ്വലാത്ത് ചൊല്ലുന്നത്, അള്ളാഹുവിലേക്കാണ് മുത്തുനബി തങ്ങളെ ചേർക്കുന്നത്, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കാണ് നാമും ചേരുന്നത് എന്നുള്ള വലിയ ചിന്ത നമുക്കുണ്ടാകണം. അല്ലാതെ സ്വലാത്തിലൂടെ മുത്തുനബി തങ്ങളെ ഒരു ദൈവീകമായി നാം കാണുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ആരാധിക്കുന്നില്ല. മറിച്ച് മുത്തുനബി തങ്ങളെ നാം ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. അല്ലാതെ ആരാധന അള്ളാഹു അല്ലാതെ മറ്റൊരു ജീവജാലത്തോടും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നാം ആദ്യമേ ചൊല്ലിവെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ നാം ചൊല്ലിവെച്ചു അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അദീമായ വലിയവനായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഒന്ന് പൊറുത്തു തരണേ. എല്ലാം അല്ലാഹുവിനോടാണ്, ആരാധന അല്ലാഹുവിനോടാണ്. പക്ഷെ ആദരവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ചെറിയ മജ്ലിസ് ആണെങ്കിൽ പോലും മുത്തുനബി തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസ്, ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അത് ചെറുതല്ല. നാം ഇരിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പ്രത്യേകം അതിന് സ്ഥാനമുണ്ട്. റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അതിനുപരി വെള്ളിയാഴ്ച രാവായതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം നാം ആ ഒരു ഇബാദത്തിനെ സ്വലാത്ത് മജ്ലിസായി ചേർത്ത് നിർത്തുമ്പോൾ അതിന് കിട്ടുന്ന ഗുണഗണങ്ങളും ചെറുതല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇത് വലിയ ഇബാദത്തായി, വലിയ സന്തോഷമായി ഈ ലോകത്തും കാണിക്കണം റഹ്മാനെ.